സൂപ്പർ പവർ ഉള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിചിത്രമായ സ്കൂളാണിത്. കൂട്ടത്തിൽ മൃഗങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നവരും വായുവിലൂടെ പറക്കാൻ സാധിക്കുന്നവരുടെ രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ സൂപ്പർ പവർ പരിശോധിക്കാൻ വേണ്ടി കുട്ടികൾക്ക് അവർ ഒരു ടെസ്റ്റ് കൊടുക്കും. കാരണം അവരുടെ കഴിവ് ഉപയോഗിച്ച് അവരുടെ മുന്നിലുള്ള ചോളം അവർ പോപ്കോൺ ആയി മാറ്റും. ആദ്യത്തെ പയ്യനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടി വളരെ ഈസിയായി ഇപ്പോൾ ആ ടെസ്റ്റ് പാസ്സാവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ടീച്ചർ ഇപ്പോൾ അവളെ സ്റ്റേജിലേക്ക് വിളിക്കും. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കും. കാരണം ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു ദുഷ്ടശക്തി പെട്ടെന്ന് എല്ലാവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ട് ആ ഒരു ടീച്ചർ മറ്റുള്ള എല്ലാ കുട്ടികളും മൃഗങ്ങളായി മാറി ആ ഒരു ദുഷ്ടശക്തിയെ എടുക്കാൻ പറയുന്നു. പക്ഷേ അവരിപ്പോൾ മൃഗങ്ങളുടെ രൂപത്തിലേക്ക് മാറിയെങ്കിലും അവരെല്ലാം മാറിയത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് പാവം മൃഗങ്ങളായാണ്. ഈ സമയം ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്തുള്ള ബാധ കൂടുതൽ അപകടകാരിയായി മാറിയത് പെൺകുട്ടിയുടെ കൂട്ടുകാരി പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ശേഷം അവൾ ആ ഒരു ദുഷ്ടശക്തിയെ ഇല്ലാതാക്കി നിയന്ത്രണത്തിലുള്ള അവളുടെ കൂട്ടുകാരിയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ദേഹത്തുള്ള ആ ഒരു ദുഷ്ടശക്തിയോട് പോരാടി പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കുകയാണ്. അവൾ ഇപ്പോൾ അവരുടെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു.